ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെടികളുടെ വീഡിയോ ആയിട്ടാണ്. ഇപ്പോൾ എവിടെ ഫ്ലവർ ഷോ നടക്കുന്നുണ്ടെങ്കിലും ഞാൻ അവിടേക്ക് എത്തിപ്പെടാറുണ്ട്. അതെന്തോ ഒരു ഭാഗ്യം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഫ്ലവർ ഷോ ഒക്കെ കാണാനായിട്ട്. നമ്മൾ തൃശ്ശൂർ പോയപ്പോൾ തൃശ്ശൂർ ഫ്ലവർ ഷോ കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ മറൈൻ ഡ്രൈവിൽ ഉണ്ടായിരുന്ന ഫ്ലവർ ഷോയും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സും ചെടികളും അങ്ങനെ ഒരുപാട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കളമശ്ശേരിയിലൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയ വഴിക്ക് നമുക്കൊന്ന് ലുലു മാളിൽ കയറേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയപ്പോൾ ഫ്രണ്ടിൽ ഇവിടെ ഫ്ലവർ ഷോ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചെടികളുടെ വിൽപ്പന ലുലു മാളിലുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ പോയതൊന്നുമല്ല കേട്ടോ. ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഇതേപോലുള്ള അറേഞ്ച്മെൻറ്റ്സൊക്കെ കാണാം. അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ടിലുള്ള ആ ഒരു അറേഞ്ച്മെൻറ്റൊക്കെ കടലാസ് പൂവ് എന്നൊക്കെ പറയും. അപ്പോൾ അതാണ് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരുപാട് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടുള്ള സെയിലിന് വേണ്ടി വെച്ചിരിക്കുന്ന ഓർക്കിഡ് അങ്ങനെ എന്തോ ആണ്. അപ്പോൾ എനിക്കിതിൻ്റെ പേര് കറക്റ്റ് അറിയില്ല. പക്ഷേ പൂക്കളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള ഓർക്കിഡുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ഫ്രണ്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കടലാസ് പൂ. പിന്നെ ഇപ്പോൾ ഇതിന് വെറൈറ്റി പലതരം പേരുകളുണ്ട്. പൂക്കളുടെ നിറത്തിനനുസരിച്ചിട്ടും അതേപോലെ അതിൻ്റെ സ്ട്രക്ചർ അനുസരിച്ചിട്ടൊക്കെ ഓരോരോ പേരുകളുണ്ട്. ബോഗൺവില്ലാസ് എന്നൊക്കെ പറയും. അപ്പോൾ അതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ഈ ഓർക്കിഡ് പല വെറൈറ്റി ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ അതിനൊക്കെ വരുന്നത് 650 രൂപ തൊട്ടാണ് കേട്ടോ സ്റ്റാർട്ടിങ്. എനിക്ക് വൈറ്റ് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാനും രണ്ടാമത്തെ മോളും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടോ, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കളറാണ്. അധികം വീടുകളിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ വേറൊരു ഇവിടുത്തെ ഒരു ഇതെന്ന് പറയുന്നത്, ലുലു മാളിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫ്ലവർ ഷോ ഞാൻ കാണുന്നത്. ഇതിന് മുന്നേ നടന്നിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇത് ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. കാരണം ആദ്യമായിട്ടാണ് ലുലു മാളിൽ ഇങ്ങനെ ഫ്ലവർ ഷോ ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി, അതിലൊരുപാട് സന്തോഷം. അപ്പോൾ ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളേഴ്സൊക്കെ നമുക്കവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ വാങ്ങണമുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ലുലു മാളിൽ. എടപ്പള്ളിയിലെ ലുലു മാളിൽ എപ്പോൾ ചെന്നാലും നല്ല തിരക്ക് തന്നെ അവിടെ അനുഭവപ്പെടാറുണ്ട്. കാരണം ഇപ്പോൾ നമ്മുടെ നോമ്പൊക്കെ അടുത്ത് വരികയാണല്ലോ, റംസാനൊക്കെ അടുത്ത് വരികയാണ്. അപ്പോൾ അതിൻ്റേതായ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധാ ചെടികളൊക്കെയാണ് കേട്ടോ. അതൊക്കെ അത്യാവശ്യം നല്ല റേറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അവർ ചെടിച്ചട്ടിയിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അത്യാവശ്യം നല്ല റേറ്റൊക്കെ ഉണ്ടായിരുന്നു. എറണാകുളത്തും തൃശ്ശൂരും ഒക്കെ നമ്മൾ കണ്ടതിനും കുറച്ച് വില കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാനൊന്നും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാത്തിൻ്റെയും പ്രൈസ് ടാഗൊക്കെ അതിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു മനുഷ്യൻ്റെ തലയിൽ പൂ വെച്ചിട്ടുള്ളത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇത് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ്. പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആൾക്കാർ അതിൻ്റെ ചുവട്ടിലൊക്കെ നിന്ന് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള പൂക്കളൊക്കെ പല കളറിലുള്ളത് അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വൈറ്റൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതനുസരിച്ചിട്ട് തന്നെ അതിന് നല്ല റേറ്റും ഉണ്ട്. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. പിന്നെ ഇതേപോലെ ബോഗൺവില്ലാസിൻ്റെ തന്നെ പല ടൈപ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ മണി പ്ലാന്റ് ആ ഒരു ഇനത്തിൽപ്പെട്ട ചെടികളാണ്. പിന്നെ എനിക്കിത് ഈ ഒരു ചെടി ഞാൻ 2 ഫ്ലവർ ഷോ കാണാൻ പോയപ്പോഴും ഈ ഒരു ചെടി ഞാൻ എവിടെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് നല്ല വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. നല്ല ഭംഗിയുണ്ടായിരുന്നു അതിൻ്റെ ആ മേളിലുള്ള ആ ഒരു ഇത് കാണാനായിട്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ തന്നെ വീഡിയോ എടുത്തു. നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ പിന്നെ മിക്കതും നമ്മൾ കഴിഞ്ഞ 2 സ്ഥലങ്ങളിൽ പോയിട്ടുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ തന്നെയാണ് അധികം ഉള്ളത്. ഇതൊക്കെ ഒരുപാട് തൃശ്ശൂർ ഉണ്ടായിരുന്നു ഫ്ലവർ ഷോയിൽ. പിന്നീടുള്ളത് ഒരുപാട് മരങ്ങളുടെ ഒരു ഇതാണ് ഉണ്ടായിരുന്നത്. പെട്ടെന്ന് കായ്ക്കണ മാവുകൾ, തെങ്ങ് ഉണ്ടായിരുന്നില്ല, പ്ലാവ്, അതേപോലെ നാരങ്ങ, ഓറഞ്ച്, പിന്നെ വരുന്നത് ചാമ്പക്ക, അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള 2 വർഷം കൊണ്ട് കായ്ക്കണതൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലുലു മാളിൻ്റെ ഏതൊരു ഏരിയയിലും ഇതേപോലെ ചെടികളും ഓർക്കിഡുകളും മണി പ്ലാന്റുകൾ ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയതില്ല. ഞാൻ അവിടെ നിന്ന് അധികം നിന്നില്ല, പെട്ടെന്ന് പോയി. ഇത് പണ്ടത്തെ മുസാണ്ട ചെടി എന്നൊക്കെ പറയും. അതുമൊക്കെ ഇപ്പോൾ അവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ചെത്തിപ്പൂക്കൾ, അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള
പൂക്കളൊക്കെ കാണാൻ പറ്റി. പണ്ട് കണ്ടിരുന്ന കുറേ പൂക്കളൊക്കെ ഇവിടെ ചെന്നപ്പോൾ എനിക്ക് കാണാൻ പറ്റി. അപ്പോൾ അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു ഫ്ലവർ ഷോ ആയിരുന്നു. അപ്പോൾ ഇത് കുറച്ച് ദിവസം കൂടി ഉണ്ടാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.